ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കഴുത്തിലും മറ്റൊരുവനെ കൊണ്ട് താലി കെട്ടിക്കാൻ ശ്രമിച്ചപ്പോ സർവ്വ പിണക്കങ്ങളും മറന്ന് നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം വന്ന് താമസിച്ചത് മറന്നുപോയോ? എല്ലാ കടബാധ്യതകളും തീർത്ത് നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ സംഗതി ആകെ മാറി മറിയും. ഭർത്താവിന്റെ ചെലവില് അവന്റെ സംരക്ഷണത്തില് ഒരു ജീവിതം ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാലേ എനിക്ക് അച്ഛൻ പറയുന്ന വഴിയെ പോവേണ്ടി വരും. നീ എന്താടി ഉറങ്ങാത്തത്? ഉറക്കം വന്നില്ല. ഈ പറയുന്ന ആളെന്താ ഉറങ്ങാത്തത്? ഉറക്കത്തിന് അത്യാവശ്യം വേണ്ടത് മനസമാധാനം. അതില്ലെങ്കിൽ ആർക്കും ഉറങ്ങാൻ പറ്റില്ല. മനസമാധാനം കെടുത്താൻ ഞാനെന്താ ചെയ്തത്? അതെന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിച്ച് പഠിപ്പിക്കുകയാണോ? അതോ മനസ്സിന്റെ താളം തെറ്റിയോ നിങ്ങൾക്ക്? അച്ഛനമ്മമാരുടെയും കൂടപ്പിറപ്പുകളുടെയും ശാപഭാരത്താൽ ഈ വീടിന്റെ അസ്ഥിവാരം ഇളകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് സ്വാർത്ഥത കൊണ്ട് മാറാല പിടിച്ച് കിടക്കുക. ബന്ധങ്ങൾ പലതും അടർന്നുപോയി. പോയതല്ല, നിങ്ങളെ ബോധപൂർവം അടർത്തി മാറ്റിയതാ. ഇനി കയറി ചെല്ലാൻ എനിക്കും മോനും ഒരു മനസ്സിലും ഇടമില്ല. കല്ലിലും മണ്ണിലും പണിത ഈ വീട് മാത്രമേ ഉള്ളൂ. ഇതും കൂടി നഷ്ടപ്പെട്ട ഞങ്ങള് പേരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. ഉറങ്ങാൻ കണ്ണടച്ച ചെയ്യാത്ത കുറ്റത്തിന് ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ കല്ലെറിയുന്ന കാഴ്ചയാ. നീയേ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാ ഞാൻ ഓരോ കരുക്കളും നീക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റിക്കാൻ മാധവൻ നായരല്ല കരുണാകരക്കുറുപ്പ്. നിങ്ങൾ മനസ്സിൽ കാണുമ്പോ അയാൾ മാനത്ത് കാണും. കുറുപ്പിനെ തളയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കോമാളിയുടെ മുഖം എനിക്ക് നിങ്ങളെ കാണുമ്പോ തോന്നുന്നത്. നീ തെറ്റിദ്ധരിക്കുന്ന പോലെ ഞാൻ കുറുപ്പിന് കടപ്പെട്ടിട്ടില്ല. കുറുപ്പേ എനിക്കാണ് കടപ്പെട്ടിട്ടുള്ളത്. കുറുപ്പ് നിങ്ങളെടുത്ത് കടപ്പെട്ടിരിക്കുന്നോ? നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്ത് പറയാണോ എന്നേ നിനക്ക് തോന്നാം. പക്ഷേ പ്രകാശന്റെ ദീർഘദൃഷ്ടിയെ പല കാര്യങ്ങളിലും കുറുപ്പിനില്ല. കുറുപ്പെന്ന കൊമ്പന് വാരിക്കുഴി തീർത്തിട്ട് നിൽക്ക ഈ പ്രകാശൻ. മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാക്കേണ്ട സമയത്ത് മാത്രം നീ മനസ്സിലാക്കിയാ മതി. ചതുരംഗപ്പലകയും കരുക്കളും എന്റെയും കുറുപ്പിന്റെ മുന്നിലുണ്ട്. ശകനി കുറുപ്പേ, കള്ളക്കളിയെ കളിക്കൂ. അതിനെ തോൽപ്പിക്കാനുള്ള കള്ളക്കളിയെ ദാ ഈ പ്രകാശന്റെ കയ്യിലുണ്ട്. തൽക്കാലം നീ ഇത്ര അറിഞ്ഞാ മതി. കുറുപ്പെന്ന കൊമ്പന് വാരിക്കുഴി തീർത്തിട്ട് നിൽക്ക ഈ പ്രകാശൻ. മാനത്തെ കൊട്ടാരം